പലപ്പോഴേ ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഒരു ഷൻസാർ പഠിക്കുന്ന സമയത്തും ചില അസൈൻമെൻറ്റുകളും അതേപോലെ ചില വർക്കുകളും നമ്മൾ സ്വയമായി ചെയ്തിരുന്ന സിറ്റുവേഷൻസാണ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ AI സംവിധാനങ്ങളുണ്ട്. അവർ വലിയൊരു ബ്രെയിൻ വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല, പ്രോംപ്റ്റ് ചെയ്താൽ സാധനം കിട്ടുന്ന സിറ്റുവേഷൻസാണ്. ഇപ്പം നിങ്ങൾ പല കുട്ടികളെയും ഹാൻഡിൽ ചെയ്യപ്പെടുകയും ഇങ്ങനത്തെ പല അസൈൻമെൻറ്റ്സുകൾ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്തൊരു സ്ഥാപനമാണല്ലോ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ഹാർവസ്റ്റിൽ. അതൊരു ടെക്നോളജിക്കൽ സംവിധാനത്തിലുള്ള കുട്ടികൾ ചെയ്യുന്നത് അത് നല്ലതാണോ മോശമാണോ, എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? ഈ ഒരു അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്നാലും ഇന്നാലും നമ്മൾ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകം എന്താ വെച്ചാൽ അന്നാലും ഇന്നാലും ഏതെങ്കിലുമൊക്കെ ഒന്ന് റെഫർ ചെയ്താൽ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. റെഫറൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാൻ അത് ചിലപ്പോൾ എന്ത് ചെയ്യും, സഹായിക്കും. അപ്പോൾ ഒരു AI നമ്മൾ ആ ഒരു കാര്യം കിട്ടണമെങ്കിൽ അത് AI എന്താന്ന് പഠിക്കണമല്ലോ, പഠിക്കണം. അപ്പോൾ അതൊരു റെഫറൻസ് ആണ്. അത് ഈ കാലത്ത് ആ റെഫറൻസ് നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കണ കാര്യം. പണ്ട് കാലത്ത് AI ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ബുക്ക് റെഫർ ചെയ്യണം, അതും നല്ലതാണ്. അന്ന് ആ ബുക്ക് വായിക്കാൻ ചിലപ്പോൾ അതെന്തായി മാറും, കാരണമായി മാറും. അതിന്റെ യഥാർത്ഥമായ സത്യസന്ധമായ ഗുണം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് വഴികളിലൂടെ എന്നുള്ളതല്ല, ആ വഴികളിലൂടെ പോവുക എന്നുള്ള ആ ഒരു കഴിവ് കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കഴിഞ്ഞാൽ നാളെ ഒരു PhD-ക്കൊക്കെ കുട്ടി ചെല്ലുന്ന സമയത്ത് റെഫറൻസ് ചെയ്യാനുള്ള ഒരുപാട് കപ്പാസിറ്റി ആ കുട്ടിക്ക് കൂടാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല, ഇതൊന്നുമില്ല, ആർക്കും എഴുതിയ സാധനം അതേപോലെ കോപ്പി അടിച്ച് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇവന്റെ ബ്രെയിൻ വർക്കാവില്ല, അത് വെറുതെ ആ സമയം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. യെസ്. അപ്പോൾ അൻസാർ പറയണത് മാറി വരുന്ന ടെക്നോളജികളെയൊക്കെ ഉപയോഗിക്കാൻ പഠിക്കണം. ഉപയോഗിക്കാൻ. പക്ഷെ അതിനെക്കുറിച്ച് പാരൻസും ബോധവാനായിരിക്കണ്ടേ അൻസാർ? അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് AI വഴി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ട്. എൻ്റെ മോൻ വേണമെങ്കിൽ നാളെ വന്നിട്ട് അവനൊരു അസൈൻമെൻറ്റ് തയ്യാറാക്കുന്ന AI വഴിയാണെങ്കിൽ മനസ്സിലാവുണ്ടോ, എൻ്റെ മോൻ നല്ലപോലെ തയ്യാറായിക്കൊണ്ട് പോയെന്നായിരിക്കും പാരൻസ് പറയണത്. അപ്പോൾ ഈ മാറി വരുന്ന കുട്ടികൾ അറിയേണ്ട ടെക്നോളജി ഒരു പരിധിവരെ പാരന്റും അറിഞ്ഞിരിക്കണം. പക്ഷേ ഇതിലെന്താ അറിയുക, ഇത് ഈ ഒരു തലമുറയും കൂടെ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരുള്ളൂ. അടുത്തൊരു ജനറേഷൻ വരുന്നുണ്ടല്ലോ, അവർക്ക് കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ട്. ഭയങ്കര പെട്ടെന്നൊരു ചേഞ്ച് വന്നിട്ട് ആ ചേഞ്ചൊക്കെ അവർക്ക് ധാരണ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ രക്ഷിതാക്കളും ഇതിനേക്കാളപ്പുറം കാര്യങ്ങൾ ജോലിയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ കുറച്ചുകൂടി ഇപ്പോഴുള്ള പ്രസന്റ്ലിയുള്ള പാരൻസിന് ഒരു 50 വയസ്സ് ആ റേഞ്ചിലൊക്കെ ഉള്ള രക്ഷിതാക്കളാകുമ്പോഴാണ് സത്യം പറഞ്ഞത് ഒരു പ്രയാസത്തിലേക്ക് പോവുള്ളൂ. അതിൻ്റെ താഴത്തേക്കുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഇത് പഠിച്ചെടുക്കാനും മക്കളുടെ ഒപ്പം തന്നെ മുന്നോട്ട് പോകാനും പറ്റും. മക്കൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിക്കണമെങ്കിൽ രക്ഷിതാക്കൾ ജോലിക്കും വേണ്ടി പഠിക്കേണ്ടി വരും. അതാണ് വ്യത്യാസമുള്ളൂ, വേറെ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല.